വിജയിച്ചിരിക്കുകയാണ് ഗൈസ്. സമയം 7:30 കഴിഞ്ഞു. കറക്റ്റ് നേരെ ഓഫീസിൽ നിന്ന് ഇറങ്ങി. ഇതാ കംപ്ലീറ്റ് ഓഫീസ് കോസ്റ്റ്യൂമിലാണുള്ളത്. നേരെ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഗിൾസ് ക്രിക്കറ്റ് ഗ്രൗണ്ടിലേക്കാണ്. ക്രിക്ക് മാനിയാക്കിൻ്റെ ട്യൂസ്ഡേ ടൂർണമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ 5 മാച്ച് കഴിഞ്ഞതിൻ്റെ അകത്ത് 2 മാച്ച് ജയിച്ചു. ഇനി ഒരു മാച്ച്, ഇന്നത്തെ മാച്ച് മസ്റ്റ് വിന്നാണ്. എന്നാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് മാച്ച് കിട്ടൂ. ബാക്കിയുള്ള വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണിക്കാവേ. നമ്മൾ പുതിയ ജേഴ്സി ഇട്ടിരുന്ന് ഇറങ്ങുകയാണ്. ക്യാപ്റ്റൻ വിഷ്ണു പിച്ചാൻ പുതിയ ജേഴ്സി നമ്മുടെ കമ്പനിയുടെ ലോഗോ വെച്ചിട്ട് റീസ് എംപയർ. ചില ടെക്നിക്കൽ ഇഷ്യൂ കാരണം കുറേ സാധനം കാണിക്കാൻ പറ്റിയില്ല. ഞങ്ങളുടെ ഫസ്റ്റ് ബോളിംഗ് ആയിരുന്നു. ഞങ്ങളുടെ കുറച്ച് പ്ലേയേഴ്സ് ഡിലേ ആയതുകൊണ്ട് ടോസ് നമുക്ക് കിട്ടില്ല. നേരെ ടോസ് ബോളിംഗ് ടീം എടുത്തു. ഞങ്ങൾക്ക് പെട്ടെന്ന് വന്നവിടെ ഇറങ്ങേണ്ടി വന്നിട്ടുള്ള പ്ലേയേഴ്സിനെ വെച്ചിട്ട്. ആദ്യത്തെ 2 ഓവറിൽ അവർ അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് ആ കൂടെ 7 പ്ലേയേഴ്സിനെ വെച്ചിട്ട് കളിക്കേണ്ടി വന്നത്. അത് കഴിഞ്ഞിട്ട് അവർ ഏകദേശം ഫസ്റ്റ് ഇന്നിങ്സിൽ 230 റൺസ് അടിച്ചു. ഞങ്ങളുടെ ഇപ്പം സെക്കൻഡ് ഇന്നിങ്സ് സ്റ്റാർട്ട് ചെയ്തു. നല്ല രീതിയിൽ പ്ലേയേഴ്സ് കളിക്കുന്നുണ്ട്. ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാരാണ് സുബിനും ഫെബിനും കൂടെ ഇറങ്ങിയിരിക്കുകയാണ്. നന്നായിട്ട് ബാറ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് 6 ഓവർ മോശമില്ല. ഷോട്ട് അഗൈൻ, ലവ്ലി ഷോട്ട് ബ്രോ, ലവ്ലി ഷോട്ട്, ബൗണ്ടറി. ഞങ്ങൾ ഫീൽഡർ ഇല്ലാതെ അടിച്ചു. ഞങ്ങൾ ഫീൽഡർ വെച്ചിട്ട് അടിക്കുകയാണ്. ആ സമയത്ത് ഞങ്ങൾക്ക് ലെഗ് സൈഡിലൊന്നും ഫീൽഡർ ഉണ്ടായിരുന്നില്ല. കാരണം ഈ പറഞ്ഞ പോലെ ആ കൂടെ 8 പേരും കണ്ടി ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക്. സോ അത് വെച്ചിട്ടാണ് ഇറങ്ങിയത് തന്നെ. നന്നായിട്ട് കളിച്ചു. സ്റ്റിൽ ഗോയിങ് ഓൺ. ഈ മാച്ച് ഞങ്ങൾക്ക് മസ്റ്റായിട്ട് ജയിച്ചേ പറ്റൂ. കാരണം നേരത്തെ പറഞ്ഞ പോലെ 2 മാച്ച് ജയിച്ചു. ഇത് 3ാമത്തെ മാച്ച് ജയിക്കണം. മസ്റ്റായിട്ട് ജയിച്ചാൽ മാത്രമാണ് നെക്സ്റ്റ് മാച്ച് വരാം. പറയുന്ന പോലെ നമ്മൾ ഈ നാട്ടിലൊക്കെ പണ്ട് കളിക്കുന്ന സമയത്ത്, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, സ്കൂളിലും പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, വൈകുന്നേരം 5 മണിയെല്ലാവുന്ന സമയത്ത് സ്കൂൾ വിട്ട് വന്നിട്ട് നമുക്ക് കളിക്കാൻ പോകുന്നൊരു ഫീലുണ്ട്. അതേ ഫീൽ തന്നെ ഇവിടെ. ഇപ്പം ജോലി കഴിഞ്ഞ് വന്നിട്ട് നേരെ കളിക്കാനായിട്ട് വരിക. നല്ല രസമാണ്. ഇപ്പം ഒരുപാട് ആൾക്കാർ ഇതേ ഓപ്പർച്യൂണിറ്റിയൊക്കെ നോക്കി നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ UAE ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നുള്ളതാണ്. ഇപ്പം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് തന്നെ ദുബായിൽ നിന്ന് ഏകദേശം ഒരു 40 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് ടുവേർഡ്സ് നമ്മുടെ ഫുജിയറ സൈഡിലേക്ക്, അതായത് മദാം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ലൊക്കേഷൻ വരുന്നത്. ഇവിടെ തന്നെ ഇപ്പോൾ ഏകദേശം 3 ഗ്രൗണ്ട് അടുപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തും വേറെ ഗ്രൗണ്ട്സ് ഉണ്ട്. എല്ലാ ഗ്രൗണ്ട്സും ഒരുവിധം ആക്റ്റീവ് ആയിരിക്കും. കണ്ടോ, ബാക്കിൽ ഗ്രൗണ്ട് കളി നടക്കുന്നു, ഇവിടെ കളി നടക്കുന്നു, ഇവിടെ ഒരു കളി, ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു കളി നടപ്പുണ്ട്. ഓ ഗൈസ്, ബൗൾഡായിരിക്കുകയാണ് ഗൈസ്. ഞങ്ങളുടെ ഫസ്റ്റ് വിക്കറ്റ് ബൗൾഡായി. സുബിൻ ബ്രോ അന്യായ രീതിയിൽ കളിച്ചു. സുബിൻ ബ്രോ ഔട്ടായി. നന്നായി കളിച്ചു, പക്ഷേ ബൗൾഡായിപ്പോയി. കുഴപ്പമില്ല, നല്ല സ്റ്റാർട്ടാട്ടോ. ആദ്യത്തെ 5.3 ഓവറിൽ നമുക്ക് 72 റൺസ് ഉണ്ട്. 72 റൺസിന് ഫസ്റ്റ് വിക്കറ്റ്. റിബിൻ ബ്രോ ബാറ്റിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. നല്ല ബാറ്റ്സ്മാനാണ്, നല്ല ബോളറുമാണ്. നല്ല കളി ബ്രോ, ഗുഡ് ബാറ്റിംഗ്, ഗുഡ് ബാറ്റിംഗ്. ഒമ്പത് ബോൾ നിന്റെ പാട് അതിലേ പാടി നിൽക്കാൻ പറഞ്ഞു. പാഡിയാണ്. ഓ, ഔട്ടായി ഗായ്സ്. അഗെയിൻ ബാക്ക് ടു ബാക്ക് വിക്കറ്റ് പോവുകയാണ്. വി ഹാവ് ടു കം ബാക്ക്. ക്യാപ്റ്റൻ, ഓൾ ദി ബെസ്റ്റ്. ഗൈസ്, ഞങ്ങളുടെ ഒരു വിക്കറ്റും കൂടെ പോയി. പെട്ടെന്ന് 3 വിക്കറ്റ് പെട്ടെന്ന് പോയി. Lovely boy! What a shot, man! ക്യാപ്റ്റൻ അടിപൊളി കളിയാണ് വിഷ്ണു. 2 6 അടുപ്പിച്ചിട്ടു. കിടലം കളി. ഇത് മസ്റ്റ് വിന്ന് കളി ആയതുകൊണ്ട് ജയിച്ചേ പറ്റൂ.
ബ്യൂട്ടിഫുൾ 4 4 4 വാവ്. വിഷ്ണു അടിപൊളി കളിയാണ്. 12 ബോളിൽ 48 അടിച്ചിട്ട് നിൽക്കുക. വിഷ്ണു ഫാൻഡമാണ്, പക്ഷേ മിറണ്ട കൊടുക്കാൻ വേണ്ടി നിൽക്കണം. വിഷ്ണു ഈസ് ഓൺ 48 ആണ്. എന്തിനാണോ കളിച്ചത്? തൊണ്ണൂറ്റൊന്ന് റണ്ണ് 9 ബോളിൽ. നൈസായിട്ട് സ്വീപ്പ് ചെയ്തു. സിംഗിൾ. Boundary. Out. Shot! Shot, boy! Boundary. One more wicket down. Anandatan LBW PP ഇറങ്ങിയിട്ടുണ്ട്. റിവ്യൂ എടുത്തു, പക്ഷേ ഔട്ടല്ല, നോട്ട് ഔട്ടാണ്. സോ അപ്പം PP ചായനും വിഷ്ണുവും ബാറ്റിങ്ങിലുണ്ട്. ലെറ്റ്സ് സീ. നമുക്ക് ഇനി 30 ബോളില്ല 28 ബോളിൽ 52 റൺസ് വേണം. അയാളെ ക്യാച്ച് എടുത്തു നമുക്ക്. വട്ടംകളി
നമുക്കിനിയിപ്പോൾ വേണ്ടത് 11 ബോളിൽ 23 റണ്ണാണ്. അപ്പോൾ കഴിഞ്ഞ ബോളിൽ വിഷ്ണു ഔട്ടായി. ഇനി 11 ബോളിൽ 23 റൺസ്, ഒരു ഓവറിൽ 13 റൺസ്. അതായത് നമ്മൾ ടെൻഷൻ മാറ്റാൻ വേണ്ടി വന്നിട്ട് അവസാനം മാച്ച് ഭയങ്കര ടൈറ്റായി. ലാസ്റ്റ് മാച്ച് നമുക്ക് ഇതേപോലെയായിരുന്നു. ലാസ്റ്റ് 6 ബോളിൽ 13 റണ്ണ്, അവസാനത്തെ ബോൾ 6 അടിച്ച് ജയിച്ചു. ഈ മാച്ചും ജയിക്കണം, മസ്റ്റ് വിന്നാണ്. 5 ബോൾ 13 റൺ. ഗുഡ് റണ്ണിങ് ബോയ്സ്. മൂന്നിൽ 9. മാച്ച് ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 3 9. Wide again, guys. Wide. Free. Crowd wishing, guys. Crowd wishing. Wide again. Wow. പൊസിഷൻ അതാണ്. ഗ്യാപ്പ് 2 ബോൾ 2 റൺ ഗൈസ്. 2 ബോൾ 2 റൺ ഗൈസ്. 2 ബോൾ 2 റൺ. അന്യായ മാച്ച് ഗൈസ്, അന്യായ മാച്ച് എന്ന് പറഞ്ഞാലേ. 2 ബോൾ 2 ഗൈസ്. Too easy. Keep it higher. ഇനി നീ ജയിപ്പിക്കാം പറഞ്ഞില്ലേ? ഇനി നീ ജയിപ്പിക്കുന്നു പറഞ്ഞില്ലേ ബ്രോ? ക്യാപ്റ്റൻ പൊളിക്കില്ലേ? Shamsika, well played. अच्छा कसम से आप उसको लोहित को दे. ത്രില്ലിങ് മാച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഫുൾ വീഡിയോ ഇടാനായിട്ട് പറ്റിയിട്ടില്ല. പക്ഷേ എൻ്റെ ഫസ്റ്റ് വ്ലോഗാണ്. പക്ഷേ അടിപൊളി മാച്ച്, ഒരു രക്ഷയില്ല. ഞങ്ങൾ ലാസ്റ്റ് മാച്ച് ഇതേപോലെയായിരുന്നു. ലാസ്റ്റ് ഓരോ ഓവറിൽ 13 ഉണ്ടായിരുന്നു. ആ സമയത്ത് ലാസ്റ്റ് ഒരു ബോളിൽ 5 റൺ വേണ്ട സമയത്ത് അനീഷ്പുരം ഉണ്ടായിരുന്നു. അനീഷ്പുരം 6 അടിച്ച് ജയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ത്രില്ലിങ് ആയിരുന്നു. ഇതും അമ്മൊരു ത്രില്ലിങ് വന്നു ഗൈസ്. ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ 5 കളിയിൽ 3 കളി ജയിച്ചു. റിസീവിങ് ദ മാൻ ഓഫ് ദി മാച്ച്.